ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ പകുതിയിലധികം പൂർത്തിയായതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇറാനിൽ ഇസ്ഫഹാനിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. 900 കിലോ ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അമേരിക്ക ഉപയോഗിച്ചത്. ഭൂമിക്കടിയിലുള്ള സൈനിക താവളങ്ങളും കോൺക്രീറ്റ് ബങ്കറുകളും തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ ബോംബുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവച്ചു. കഴിഞ്ഞ ദിവസം UAE-യിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഇവയാണ്. ഒന്നാമതായിട്ട് ഷാർജയിലെ തുറയ എന്ന ടെലികോം കെട്ടിടത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആർക്കും പരിക്കില്ല. ദുബായ് തുറമുഖത്തിന് സമീപം കടലിൽ വെച്ച് കുവൈറ്റിന്റെ ഉടമസ്ഥതയിലുള്ള അൽസാൽമി എന്ന ടാങ്കറിന് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. കപ്പലിൽ പൂർണ്ണമായും എണ്ണ നിറച്ചിരുന്ന സമയത്താണ് ആക്രമണം നടന്നത്. ഇത് മേഖലയിൽ വലിയ തോതിലുള്ള എണ്ണച്ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 330 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള ഒരു കപ്പലാണിത്. ഏകദേശം 3 ലക്ഷം ടൺ എണ്ണ വഹിക്കാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട്. ഇസ്രയേലിലെ ഹൈഫയിലുള്ള ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിക്ക് നേരെ ഇറാനും ഹിസ്ബുള്ളയും മിസൈൽ ആക്രമണം നടത്തി. വലിയ തീപിടുത്തം ഉണ്ടായെങ്കിലും പിന്നീട് അത് നിയന്ത്രണ വിധേയമാക്കി. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇറാനിൽ നിന്നും നേരിട്ടും ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയും ഒരേ സമയം മിസൈൽ വർഷം നടത്തിയത്. 100-ലധികം മിസൈലുകൾ ഹൈഫ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടതായാണ് റിപ്പോർട്ട്. ഒരു മിസൈൽ ബെസാൻ റിഫൈനറിയിലെ ഗ്യാസോലിൻ സംഭരണ ടാങ്കിൽ നേരിട്ട് പതിച്ചു. ഇതേ തുടർന്ന് വൻ തീപിടുത്തമുണ്ടാകുകയും കിലോമീറ്ററുകളോളം ദൂരത്തിൽ കറുത്ത പുക ഉയരുകയും ചെയ്തു. ആക്രമണത്തിൽ ഒരാൾക്ക് നിസാര പരിക്കേറ്റതായി ഇസ്രയേൽ മെഡിക്കൽ വിഭാഗമായ മകൻ ഡേവിഡ് അഡോം അറിയിച്ചു. മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് നഗരത്തിലെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായി. ചൊവ്വാഴ്ച രാവിലെ ആയപ്പോഴേക്കും റിഫൈനറിയിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ് അറിയിച്ചു. അപകടകരമായ രാസവസ്തുക്കൾ ചോർന്നിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾക്കും നാവിക നീക്കങ്ങൾക്കും വേണ്ടി അമേരിക്കയ്ക്ക് പ്രതിദിനം $100 കോടി, അതായത് $1 ബില്യൺ ചെലവ് വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അത്യാധുനിക മിസൈലുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ, വിമാനവാഹിനി കപ്പലുകളുടെ പ്രവർത്തനം എന്നിവയ്ക്കാണ് പ്രധാനമായും ഈ തുക ചെലവാക്കുന്നത്. ഈ യുദ്ധം മേഖലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അതിനാൽ അതിന്റെ സാമ്പത്തിക ഭാരം അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള എണ്ണ സമ്പന്ന രാജ്യങ്ങൾ യുദ്ധത്തിന്റെ ചെലവ് പങ്കിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2025-26 സാമ്പത്തിക വർഷം ഇന്ന് അവസാനിക്കുന്നു. യുദ്ധം കാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലാണ്. ഓഹരി വിപണിയിൽ വൻ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. IPL-ൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി. ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.